വെൽക്കം ടു YTSB. ഇന്ന് എൻ്റെ കൂടെ കുറെ വീഡിയോസിന് ശേഷമാണ് ചിന്നുന്റെ അപ്പിയറൻസ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇന്ന് എൻ്റെ കുഞ്ഞു ബേബി എൻ്റെ വാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന വീഡിയോസ് ആണ് ഇതുവരെ കണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡോക്ടർ ശ്വേത ബാലഗോപാൽ ആയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. I'm Dr. Shweta Balagopal. I am a consultant pediatric dentist based in Cochin. ഞാനിവിടെ കൊച്ചിയിൽ കുറച്ച് ക്ലിനിക്സിൽ പോകുന്നുണ്ട് കൺസൾട്ടേഷൻസിന്. ഫിക്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് പോണില്ല, കുറെ സ്ഥലത്ത് ഓടി നടന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒത്തിരി പേര് അങ്ങനെ കുറെ മെസ്സേജസ് അയച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനെ പറ്റി ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഇല്ലാത്ത ഒത്തിരി അമ്മമാര് യൂട്യൂബിലുണ്ടാവും, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇതിനെ കുറിച്ച് ഒന്ന് ആരെങ്കിലും സംസാരിക്കോ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. സോ ദിസ് ഈസ് ഫോർ ഓൾ ഓഫ് യു. ആൻഡ് പീഡിയാട്രിക് ഡെന്റിസ്ട്രി മണിപ്പാലല്ലേ ഫിനിഷ് ചെയ്തത്? ഞാൻ മണിപ്പാലില് 2017 തൊട്ട് 2020 വരെ. സോ ആക്ച്വലി ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള കരിയർ അവർക്ക് ദൈവം ശരിക്കും പറഞ്ഞാൽ കൊടുക്കും. അതിനൊരു വലിയ എക്സാമ്പിൾ ആണ് ഹൗ ഷീ ഗോട്ട് ഇൻ ടു പീഡിയാട്രിക്, ബിക്കോസ് ഷീ ലവ്സ് കിഡ്സ്. ആക്ച്വലി ബോത്ത് ഓഫ് us ലവ് കിഡ്സ്. അപ്പം ഇവള് ഭയങ്കര പേഷ്യൻ്റ് ആണ് വിത്ത് കിഡ്സ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളൊരു ഡെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒരു കോട്ടിട്ട ഒരു ഡോക്ടറെ കാണുമ്പോൾ തന്നെ കുട്ടികൾ ആ വഴി ഓടും. ഫ്രം ഏജ് ടു അല്ലെ, ദേ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ഹോസ്പിറ്റൽസ് അറ്റ്മോസ്ഫിയർ, ഇവിടെ ഇഞ്ചക്ഷൻ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നൈറ്റ് മെയർ അവർക്ക് വരാൻ തുടങ്ങുന്ന ഒരു സമയമാണത്. അപ്പം അവര് ഇരിക്കില്ല, മറ്റേ ചെയറും അവിടുത്തെ കത്രികയും മറ്റേ ഇതൊക്കെ കാണുമ്പോൾ അവർ ഇരിക്കില്ല. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് എ ടാസ്ക് ടു ഗെറ്റ് ദീസ് കിഡ്സ് come and do എന്തെങ്കിലും procedures and surgery. It's very difficult. So അത് എസ്പെഷ്യലി ബിക്കോസ് പേരൻസ് ചെറുപ്പം തൊട്ടേ കുട്ടികളോട് പറഞ്ഞ് അവരെ ഫീഡ് ചെയ്യിക്കും, ഇത് കഴിച്ചില്ലെങ്കിൽ ഇഞ്ചക്ഷൻ തരും. അത് ആക്ച്വലി ഒരു റോങ് പ്രാക്ടീസ് ആണ്. അത് അവരെ കൂടുതൽ പേടിപ്പിക്കുകയുള്ളൂ. അത് കാരണമാണ് അവർ മെയിനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനും മടിക്കുന്നത്. സോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ടത്, എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യും, മെഡിസിൻ കഴിച്ചാൽ ശരിയാവും, ഇഞ്ചക്ഷൻ ഇട്ടാൽ വേഗം അസുഖം മാറും, ഉവാവു എന്നാണ് ഞാൻ പറയാം. ഉവാവു പോണെങ്കിൽ മരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ ഡോക്ടർ ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് പറയാം നമ്മൾ ഇത് തന്നില്ലെങ്കിൽ ടോയ്സ് തരില്ല, ഇത് കഴിച്ചില്ലെങ്കിൽ ടോയ്സ് തരില്ല എന്നൊക്കെ പറയാം. ബട്ട് നെവർ യൂസ് ദിസ് ഇഞ്ചക്ഷൻ, ഡോക്ടർ, അങ്ങനത്തെ ഒരു സാധനം, ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഒരിക്കലും അവർക്ക് വരാൻ പാടില്ല. സോ മൂവിങ് ഓൺ, ഒത്തിരി ക്വസ്റ്റ്യൻസിൽ നിന്നും ഞാൻ ചിന്നോട് ചോദിച്ചു ഏതൊക്കെയാണ് പിക്ക് ചെയ്യേണ്ടതെന്ന്. സോ ഷീ പിക്ഡ് ഫ്യൂ വെരി ഇമ്പോർട്ടൻറ്റ് വൺസ്. ഒത്തിരി പേര് സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ അലോങ് വിത്ത് സോ മെനി അതർ കൺസേൺസ്, ഒരുപാട് വലിയ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഷി വുഡ് ബി, വി ഹവ് പിക്ഡ് ദ മാക്സിമം വി കുഡ് ആൻഡ് വിൽ ബി ആൻസറിങ് ദോസ്. അപ്പം മൂവിങ് ഓൺ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് ഏറ്റവും അധികം റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് എൻ്റെ കുഞ്ഞിന് 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ബട്ട് ദ പ്രോബ്ലം വാസ് ദ സെയിം, വിച്ച് ഇസ് ഡിക്കേഡ് ടീത്ത്, കുറച്ച് യെല്ലോ സ്റ്റെയിൻസ് ഉള്ള, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കൺസേൺ ഫോർ പേരൻസ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ് and when do we start brushing the teeth and which toothpaste do doctors like you recommend? I won't say, I'm not advertising any toothpaste here, but for kids the best toothpaste Chico എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, അത് നല്ലതാ. പിന്നെ കിഡോഡെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. കുട്ടികളുടെ ആയിട്ട് ഉള്ള ടൂത്ത് പേസ്റ്റ് കുറെ ബ്രാൻഡ്സ് ഉണ്ട്. നമ്മൾ അഡൾട്ട്സിന് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് കുട്ടികളെ നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കാൻ തന്നെ കുറെ കഷ്ടപ്പെടും, അതിൻ്റെ ഇടയിൽ അവർ ടൂത്ത് പേസ്റ്റ് വിടുന്നു. അപ്പം ആ ഒരു ഇത് റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഹാസ് അത്ര ടോക്സിക് ഒന്നല്ല. മെയിൻലി അതിൽ ഫ്ലേവേഴ്സ് ആണുള്ളത്, സ്ട്രോബെറി, മിന്റ്, അവർക്ക് കുറച്ചും കൂടി ഒന്ന് യൂസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് Is it okay to swallow? No, it's okay to swallow a kid's toothpaste. അത്ര ഹസാർഡസ് ഒന്നുമല്ല. എപ്പോഴാണ് ബ്രഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് 6 months എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അപ്പോൾ ചില അമ്മമാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് ആ കുട്ടികളെ ഉറക്കും. ബിക്കോസ് ആ കുട്ടീൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യില്ല. ബട്ട് ആക്ച്വലി എന്താണ് ഐഡിയലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വെറ്റ് ക്ലോത്ത് എടുക്കുക,
വെറ്റ് ക്ലോത്ത് എപ്പോഴും കയ്യിൽ ഹാൻഡി ആയിട്ട് വെക്കുക. കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് മുകളിലത്തെ ഗംസും താഴത്തെ ഗംസും ഒന്ന് വൈപ്പ് ചെയ്യാം. ഓക്കെ, ബിഫോർ ദേ ഗോ ടു സ്ലീപ്പ്. അല്ലെങ്കിൽ ഈവൻ ഇഫ് ദ ബേബി ഈസ് അസ്ലീപ്പ്, ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്താൽ അവർ എണീക്കോ ഡിസ്റ്റർബ് ആക്കൊന്നുമില്ല. ഈ ബ്രസ്റ്റ് മിൽക്ക് ആണ് മെയിനായിട്ട് കുട്ടികളിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും ഒരു വെറ്റ് ക്ലോത്ത്, അറ്റ്ലീസ്റ്റ് ആ ഫസ്റ്റ് പല്ല് വരുന്ന വരെ വെറ്റ് ക്ലോത്ത് എടുത്ത് എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്യുന്ന നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പല്ല് വന്ന ശേഷം അതൊരു 6 months ആകുമ്പോഴായിരിക്കും, ചിലവർക്ക് എല്ലാവർക്കും 6 months വരണം എന്നില്ല. അത് കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ചില കുട്ടികൾക്ക് 1 year ഒക്കെ അതൊന്നും ഒരു കുഴപ്പമില്ല. 1 year 2 years ഒക്കെ ആയിട്ട് പല്ല് വരാത്തവരാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്താൽ മതി. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോനോ മോക്കോ 6 മാസമായി കുട്ടിക്ക് പല്ല് വന്നിട്ടില്ല, അതൊന്നും ഒരു പ്രശ്നമില്ല. 6 months നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൂത്ത് വന്ന ശേഷം നമ്മൾ ഒരു ഫിംഗർ ബ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രഷ് കിട്ടും. അത് ഫിംഗറിലേക്ക് ഇങ്ങനെ ഇടുന്ന ഒരു സിലിക്കോണിൻ്റെ ബ്രഷാണ്. അത് യൂസ് ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ബ്രിസിൽസ് ആണ്, അതിന് ഒരു ഹാം വരത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ടൂത്തിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ടീത്ത് വരുന്തോറും നമുക്ക് ബ്രഷിന്റെ സൈസും ബ്രഷിന്റെ ബ്രിസിൽസും ഒക്കെ മാറ്റേണ്ടി വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ യാമിക്കൊക്കെ ഒരു 1 year വരെ സിലിക്കോൺ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്യാം. യാമിക്ക് കുറച്ച് സ്ലോ ടീത്ത് ഗ്രോയിങ് ആയിരുന്നു. വെച്ചാൽ 1-2 ഒക്കെ ആദ്യം കുറച്ച് നാൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നാച്ചുറലി അത് ഷിഫ്റ്റ് ചെയ്തു ടൂത്ത് ബ്രഷിലോട്ട്. ശരിക്കും പറഞ്ഞാൽ because she is with me and because any doubts can be instantly cleared, ഞാൻ ഒരിക്കലും ഇതിന്റെ ലക്ഷറി എന്താണെന്ന് ഞാൻ അറിയില്ല. ആ ലക്ഷറി എന്താണെന്ന് ഇപ്പം എനിക്കറിയാം, ആഫ്റ്റർ സീയിങ് സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ഡിഫറെൻറ്റ് പേരൻസ്. ഇപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, unless and until there is an emergency with your child's teeth. അപ്പോൾ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സിലിക്കോണിൻ്റെ ടൂത്ത് ബ്രഷ് ഒക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്, ബേബി ഷോപ്സിൽ അവൈലബിൾ ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ദിവ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ചോദിച്ചിരിക്കുകയാണ്. ബേബി ഈസ് 3 years, നവിക. ഷീ ഹാസ് തം സക്കിംഗ് പ്രോബ്ലം ആൻഡ് ഹർ അപ്പർ ജോ സീംസ് ടു ബി പ്രൊജക്റ്റഡ് ഔട്ട്. എന്താണ് ചെയ്യേണ്ടത്? Okay, basically there are some habits which we need to stop. Tongue sucking, mouth breathing, tongue thrusting എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഹാബിറ്റ്സ് ഒക്കെ കാരണമാണ് കുട്ടികളുടെ പല്ല് പൊന്തി നിൽക്കുന്നതും കുട്ടികളുടെ ക്രൂക്കറ്റ് ടീത്തൊക്കെ ആവുന്നത്. മെയിനായിട്ടും കോസ് ചെയ്യുന്ന ഈ ഹാബിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാലൊക്കെയാണ് നമുക്ക് അയ്യോ പല്ല് കുട്ടിയുടെ പൊന്തി നിൽക്കുകയാണ്, പല്ല് വേറെ എവിടെയാണ് വന്നിരിക്കുന്നത്, വേറെ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, നമുക്ക് ക്ലിപ്പ് ഇടാൻ പോവാം. അപ്പോൾ ചില കുട്ടികൾക്ക് എന്തായാലും ക്ലിപ്പ് അല്ലെങ്കിൽ ബ്രേസസ് ഇടേണ്ടി വരും കുറച്ച് വലുതാകുമ്പോൾ. അത് ഒബ്വിയസ്ലി അത് ഇടേണ്ടി വരും. പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഹാബിറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ലൈക്ക് സപ്പോസ് ഇപ്പോൾ തം സക്കിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് രാത്രി ചില സമയത്ത് കുട്ടികൾ തമ്പ് വായിലിട്ടില്ലെങ്കിൽ ഉറങ്ങില്ല രാത്രി. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ തമ്പിൽ അവർ അറിയാണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇട്ടാൽ മതി, വിനേഗറോ അങ്ങനെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർ അറിയാണ്ട് തമ്പിലേക്ക് ഇട്ടാൽ അവർ വീണ്ടും തമ്പ് വായിലിടുമ്പോൾ അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ മൗത്ത് ബ്രീത്തിങ് ഉള്ള കുട്ടികൾ എന്താ കുട്ടികൾ മൗത്ത് ബ്രീത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് നോസിലേക്ക് കൂടെ ബ്രീത്ത് ചെയ്യാനുള്ള എയർവേ പാസേജ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഡീവിയേഷനോ എന്തെങ്കിലും ബ്ലോക്ക് മൂക്കിലുണ്ടെങ്കിൽ അവർക്ക് മൂക്കിലേക്ക് കൂടെ ശ്വാസം വലിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളൊരു ഡോക്ടറിനെ കാണിച്ചിട്ട് ആ പാസേജ് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ട് അതൊന്ന് ശരിയാക്കിയാൽ അവർ നേസൽ ബ്രീതിങ് തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഹാബിറ്റ്സ് നമ്മൾ ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. എന്നാലേ നമ്മൾക്ക് പല്ല് പൊന്തി വരാൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും at home. So which is the best time to take your child to the dentist? Which is the best time? I think ജസ്റ്റ് ലൈക്ക് ഈ നമ്മൾ കെയർഫുള്ളായിട്ട് പീഡിയാട്രിഷ്യൻസിൻ്റെ അടുത്ത് കൊണ്ടുപോകും കുട്ടികളെ ജനിച്ച് കഴിഞ്ഞിട്ട് 1st month 2nd month whenever follow up is required. നമ്മൾ എപ്പോഴും കുട്ടികളെ പീഡിയാട്രിക്
പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. ദ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് ഓഫ് യു ചൈൽഡ് ഷുഡ് ബി അറ്റ് ദ ഏജ് ഓഫ് 6 months. That is the age recommended because so that the dentist can monitor അവരുടെ വായിൽ വരുന്ന പല്ല്. ഇതിപ്പം നമ്മൾ ഈ കുട്ടികളെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടേ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ വന്നിട്ട് അയ്യോ നമ്മൾ കുട്ടീൻ്റെ വായിൽ പല്ല് വന്നില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് അതിൻ്റെ പിന്നെ റൂട്ട് കോസ് പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ പകരം if you take the child at the age of 6 months ഒരു റെഗുലർ പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ വെച്ചാൽ that will be much easier for you. പിന്നെ കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് തന്നെയുള്ള ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതുമല്ല അവർക്കൊരു ഫ്രണ്ട്ലി എൻവയൺമെൻറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും വിത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ദുബായിൽ ഡോക്ടർ ജോസഫ്സ് പോളിക്ലിനിക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ ഡോക്ടർ നാരായൺ ആയിരുന്നു എൻ്റെ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. എനിക്ക് ഈവൻ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഐ റിമെമ്പർ ഹിം ബിക്കോസ് ഹി വാസ് മൈ എന്താ പറയുക റെഗുലർ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. ഐ യൂസ് ടു ലുക്ക് അപ്പ് ടു ഹിം ഐ ഷുഡ് സേ ലൈക്ക് ഡോക്ടർ നാരായൺ എന്ന് പറഞ്ഞിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഹിം. അപ്പം ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് യുവർ ചൈൽഡ് at the age of 6 months because ഞാൻ പറഞ്ഞില്ല 6 months ആണ് ഫസ്റ്റ് പല്ല് വരാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം വേറെ ആയിഷ ഷീ ഹാസ് ആസ്ക്ഡ് will use of pacifiers affect teeth positions, any adverse effects of pacifiers? Actually ഇത് കുറേ പേർക്കുള്ള ഡൗട്ട് ആട്ടോ. കാരണം യാമിക്ക് ഞാൻ ചില സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ബേബി ആയിരുന്നപ്പം പാസിഫയേഴ്സ് വെക്കുമ്പം because she was teething and she it soothes the teeth, right? അപ്പോൾ ആ സമയത്ത് ആ ഒരു ഫീലിംഗ് വേണ്ടി കുറച്ച് നാളൊക്കെ ഞാൻ വെക്കുമായിരുന്നു. അപ്പോൾ I used to get messages saying please don't use this, stop this, it's going to have a bad impact എന്നൊക്കെ പറഞ്ഞിട്ട് I used to get terrifying messages. അപ്പോൾ ആക്ച്വലി എന്താണ് അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്താണ്? പാസിഫയേഴ്സ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് പല്ലിനൊരു പ്രശ്നം ഉണ്ടാവില്ല ബിക്കോസ് യൂഷ്വലി നമ്മൾ ടീത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ് ടോയ്സ് ഒക്കെ കൊടുക്കും. ഈ ടീതേഴ്സ് ഒക്കെ കിട്ടും ഓൺലൈൻ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ സേഫ് ആണ്. ഈ സിലിക്കോൺ ടീതേഴ്സും അതിൻ്റെ അകത്ത് വെള്ളമുള്ള കുറച്ച് ടീതേഴ്സ് ഒക്കെ കിട്ടും. അത് ഈ കുട്ടികൾക്ക് പല്ല് വരാൻ നേരത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് സൂത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അതുകൊണ്ട് പാസിഫയേഴ്സ് കൊടുക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ചിലവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പാസിഫയേഴ്സിന് ടേസ്റ്റ് ഇല്ലല്ലോ, അപ്പൊ അവരത് ഷുഗറിൽ ഡിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഹണിയിൽ ഡിപ്പ് ചെയ്യും എന്നിട്ട് കുട്ടിയുടെ വായിൽ വെച്ചിടും. ബിക്കോസ് അത്രയും സമയം ലൈക്ക് ആരെയും ബഹളം ഉണ്ടാക്കുന്നില്ലല്ലോ. അത് റോങ് ആണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത്രയും ഷുഗർ നമ്മുടെ ടീത്തില് പിന്നെ അവര് വായ കഴുകില്ല പിന്നെ അങ്ങനെയൊക്കെ all this leads to caries. അതുകൊണ്ട് that's not advised. And next Veena has asked മോൾക്ക് ഇതുവരെ ടീത്ത് വന്നില്ല, 1 വയസ്സായി, 12 months ആയി, any problem? No, ഇങ്ങനത്തെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ദർ ഇസ് നോ പ്രോബ്ലം ആസ് സച്ച്. എല്ലാവർക്കും 6 months എല്ലാ കുട്ടികൾക്കും 6 months ടീത്ത് വരണം എന്നില്ല. ചിലവർക്ക് 6 months, ചിലവർക്ക് ജനിച്ചപ്പോൾ തൊട്ടേ ടീത്ത് ആയിട്ടായിരിക്കും ജനിക്കുക, ടൂത്ത് ആയിട്ടായിരിക്കും ജനിക്കുക. അപ്പം അല്ലെങ്കിൽ ജനിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 30 days നമുക്ക് ചിലപ്പോൾ താഴെ ഒരു പല്ല് കണ്ടു. അതൊക്കെ എല്ലാ കുട്ടികൾക്കും ഇറ്റ് വേരീസ്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു വറി. അത്രയും ഇതാണെങ്കിൽ ടെൻഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ടു എ പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. ഒരു ചെറിയൊരു എക്സ്റേ എടുത്ത് അവർ നോക്കും പല്ലകത്ത് ഉണ്ടോ ഇല്ല. Okay, so prevention of malaligned teeth and braces treatment. Yeah, this is what I had mentioned before. Like ഈ malaligned teethന്റെയും ബ്രേസസിന്റെയും ആവശ്യം വരുന്നത് നമ്മളുടെ ഹാബിറ്റ്സ് കാരണം തന്നെയാണ്. അതുകൊണ്ട് one of the reasons is habits obviously. പിന്നെ വേറെ ജനറ്റിക് റീസൺസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾക്ക് സ്റ്റാർട്ടിങ് തന്നെ ഹാബിറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാം. പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, വലുതായിട്ട് ബ്രേസസ് ഇട്ടാലേ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് you have to wait some time. Yeah, you can try preventing the habits. Okay. So Vismaya has asked, baby boy is 1 year old, maxillary canine has started to erupt. Is that normal? Oh, so that means I'm assuming she's already been to a dentist because she's quite clear on the problem. I think she's well read because mothers, okay, they will know at what age which tooth comes out. Yeah, a baby boy 1 year old, okay, maxillary canine has started to erupt. It's okay. എല്ലാ ടീത്തും ഒരു 1-2 years ആകുമ്പോൾ പുറത്തേക്ക് വരും. അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാം. ഒരു മിൽക്ക് ടീത്ത് ആകുമ്പോൾ മിൽക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ 20 in നമ്പറാണ്.
മുകളിൽ 10 പല്ലും താഴെ 10 പല്ലുമാണ്. അത് പിന്നെ ഒരു 6 years ആകുമ്പോൾ അത് പോകാൻ തുടങ്ങും. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് പോകുന്നത് ഒരു 13 to 14 years ആകുമ്പോഴാണ്. അടുത്തത് കുറച്ചൊരു വലിയ മെസ്സേജ് ആയിരുന്നു ഇത്. ഷീ ഹാസ് സെൻറ്റ് അൻസി. ഓക്കെ, ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മോൾക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ട്, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് 1 year ആയപ്പോൾ തന്നെ ബേബിക്ക് മുകളിൽ 2 പല്ല് വന്നു. അങ്ങനെ കുറച്ച് മന്ത്സ് കഴിഞ്ഞപ്പോൾ താഴെയും പല്ല് വന്നു. ഇപ്പോൾ താഴെ 4 പല്ലുണ്ട്, അണപ്പല്ല് വന്നു, ടോട്ടൽ 10 പല്ലുണ്ട്. ബട്ട് മുകളിൽ ആദ്യം വന്ന 2 പല്ല് മാത്രമേ ഉള്ളൂ. പിന്നെ മുകളിൽ വരെ പല്ല് വരുന്നതിൻ്റെ അടയാളങ്ങൾ ഒന്നും തന്നെ ഇല്ല. മൂന്ന് വളരെ സ്മൂത്താണ്. ആൻഡ് ഐ മീൻ മുകൾ പല്ല് വരുന്ന ഏരിയാസ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ? മൂക്ക് പല്ല് വരില്ല ഇനി. ബേബി ഈസ് 1 year and 9 months old. ബേബി ഗേൾ. മനസ്സിലായോ? താഴെ പല്ല് വന്നിട്ടുണ്ട്, മുകളിൽ വന്നിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ ബേബിക്ക് 1 year 9 months ആയി, ഓൾമോസ്റ്റ് 2 ആവാൻ പോവാം. ഇത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പേര് പറയുന്നുണ്ടോ? പറഞ്ഞോളൂ. അൻസി നൗഷാദ്. ഇത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലവർക്ക് പല്ല് വരാൻ ഡിലേ ആവും, ചിലവർക്ക് നേരത്തെ വരും. അതുകൊണ്ട് ഇതൊരു ഡോക്ടറിന് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ യു ഹാവ് ടു ഗോ ടു എ ഡോക്ടർ. ഇപ്പോൾ ഈ കൊറോണ സമയത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ. പക്ഷെ നല്ല പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇതിനൊരു എക്സ്റേൻ്റെ ആവശ്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ മുകളിൽ പല്ലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ടി വരും. നമ്മൾ കൊറോണ സമയത്ത് ഏറ്റവും പേടിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാനാണ്. പക്ഷെ ആക്ച്വലി ഏറ്റവും അധികം മിനിമം സ്റ്റെറിലൈസേഷൻ അറ്റ്ലീസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങൾ ഹോസ്പിറ്റലാണ്. സോ ദേ ആർ ക്വൈറ്റ് കെയർഫുൾ. അതുകൊണ്ട് ഇഫ് യു ആർ റിയലി വറീഡ് then you can definitely get it consulted. എന്തായാലും പേടിക്കണ്ട അല്ലേ? അൻസി പേടിക്കണ്ട. അപ്പം ഷിബ്ല has asked, her daughter is 4 years, teeth is decayed now itself. അതായത് 4 വയസ്സ്. 4 വയസ്സെന്ന് പറയുമ്പോൾ ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ ഒത്തിരി പിള്ളേർക്ക് ഈ സമയത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇതായിരിക്കും. സോ അതിന് എന്താണ് നമ്മള് വേറെയും കുറെ ക്വസ്റ്റ്യൻസ്, ലോലിപോപ്സും സ്വീറ്റ്സും ഒക്കെ ഓക്കെ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൊടുക്കാൻ പറ്റുമോ, ഓക്കെ ആണോ? ശരിക്കും പറഞ്ഞാൽ അത് ഓക്കെ അല്ല. ഇൻഫാക്ട് ബിസ്ക്കറ്റ്സ് കൊടുക്കുന്ന പോലും നല്ലതല്ല കുട്ടികൾക്ക്. ബിക്കോസ് ഈ സ്റ്റിക്കി ഫുഡ്സ് കഴിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഏറ്റവും അധികം കേരീസും ഡീക്കയും വരുന്നത് പല്ലിൽ. അപ്പോൾ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല. പിന്നെ ഈ 1 in 2 weeks അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അഫ്കോഴ്സ് നമുക്ക് അവരുടെ അടുത്ത് ലൈക്ക് എന്തായാലും ഒരു ഷോപ്പിൽ പോകുമ്പോൾ അവർ ആദ്യം പോയി എടുക്കുന്ന ചോക്ലേറ്റ്സും ലോലിപോപ്സും ഒക്കെ ആയിരിക്കും. അപ്പം അത് ഓക്കെ അല്ല. എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് പോലെ അവർക്ക്. ഈ സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുന്നത് കുറച്ച് അഡ്വൈസബിൾ ആണ് അല്ലേ? ഇപ്പൊ നമ്മൾ വെളിയിലൊക്കെ ആണെങ്കിൽ സ്വീറ്റ്സ് കൊടുത്തിട്ട് ബ്രഷ്. അപ്പം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. അത്ര പറ്റില്ലെങ്കിൽ 1 in 2 weeks ഒക്കെ ഒരു റിവാർഡ് പോലെ എന്തെങ്കിലും കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആഫ്റ്റർ ഓൾ നമ്മൾ പേരൻസ് എങ്ങനെ സമ്മാനിക്കാൻ മിൽക്ക് ടീത്ത് അല്ലേ പുതിയ പല്ല്. Okay, അപ്പോൾ parental assistance in brushing teeth until what age? When should we start brushing teeth? Okay, അത് നേരത്തെ പറഞ്ഞു. parental assistance എത്ര നാൾ വരെ കൊടുക്കണം? എനിക്ക് കുറെ പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ കുറെ പേഷ്യൻസിന് അമ്മമാര് പറയാറുണ്ട് കുട്ടി ബ്രഷ് ചെയ്യാറില്ല എന്ന്. കുട്ടി എന്തായാലും ബ്രഷ് ചെയ്യില്ല. ആ കുട്ടി തനിയെ ഇരുന്ന് അതിന്റെ ബ്രഷിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. അതുകൊണ്ട് നമ്മൾ പേരന്റൽ അസിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 years വരെ എന്തായാലും ഉണ്ടാവണം. അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൈ പിടിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇരുന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ശരിയാവും. അപ്പം കുട്ടികളെ വി കനോട്ട് എക്സ്പെക്ട് ദം ടു ബ്രഷ്. അവർ ചിലപ്പം പോയി ബ്രഷ് ചെയ്തിട്ട് വരാന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് പോയിട്ട് വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് വരുന്നത് അത് അവർ നേരെ ചെയ്യില്ല. സോ ഓൾവേസ് അപ് ടു 7 to 8 years എന്തായാലും പേരന്റൽ അസിസ്റ്റൻസ് വേണം. ഓക്കെ, സോ ആർത്തി ചോദിച്ചിരിക്കുന്നത്, ഞാൻ ചിലവരുടെ പേര് മാത്രം എടുക്കണേ കാരണം ബാക്കിയുള്ളവരൊക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ അതൊരു ക്വസ്റ്റ്യൻസ് ആയി മാറ്റിയിട്ടോ. അപ്പം വാട്ട് ടൈപ്പ് ഓഫ് ടീത് ഷുഡ് ഐ ഗിവ് മൈ ബേബി ബോയ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡു യു റെക്കമെൻഡ് എനി കൈൻഡ് ഓഫ് ടീത്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിലിക്കോൺ ടീതേഴ്സ് ആണ് മോസ്റ്റ്ലി കാണുന്നത്. ബട്ട് ഇസ് ദർ എനി ബെസ്റ്റ് ബ്രാൻഡ്സ് ഓർ സംതിങ് ആണ്? No, I won't advertise any brands here, but online available baby shops ലൊക്കെ കിട്ടും. അത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഹോട്ട് വാട്ടറിൽ എപ്പോഴും ബോയിലിംഗ് വാട്ടറിലിട്ട് സ്റ്റെറിലൈസ് ചെയ്താൽ നല്ലതായിരിക്കും. ഈവൻ ബോട്ടിൽസും
ഫീഡിംഗ് ബോട്ടിൽസ്. ബിക്കോസ് നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ ക്രോൾ ചെയ്യുന്നൊക്കെ സമയത്ത് നമ്മൾ നിലത്തിട്ട് കൊടുക്കുമ്പോൾ അവരത് എടുത്ത് കഴിക്കും. പിന്നെ നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകും. പിന്നെ അടുത്ത പ്രാവശ്യം അവർ വന്നിട്ട് നമുക്കറിയില്ല ആ സമയത്ത് പാറ്റയോ എന്തെങ്കിലും കോക്രോച്ചസ് ഇഫ് ഇറ്റ് വാസ് ഡസ്റ്റി വി ഡോണ്ട് നോ നമ്മൾ ശ്രദ്ധിക്കില്ല. സോ നമ്മൾ ബോട്ടിൽസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തതിൻ്റെ അതേ കെയറിൽ നമ്മളിത് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും ബോട്ടിൽസിന്റെ കൂടെ വെക്കുന്ന ഒരു കാര്യമായിരുന്നു സിലിക്കോൺ ടീതേഴ്സ്, ബിക്കോസ് ഷീ ലവ്സ് ഇറ്റ്. ഇപ്പൊ വന്ന പാസിഫയേഴ്സും പിന്നെ ആ ടൈമില് ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ ജെല്ലകത്ത് വന്നിട്ടുള്ള ടീതേഴ്സ് വരുന്നത്, കൂളിംഗ് ജെല്ല്. നമ്മളത് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കും. ആൻഡ് ദെൻ ദാറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ തണുപ്പല്ലേ, കുട്ടി ഇറക്കിയ പ്രശ്നമാവുന്നൊന്നും വിചാരിക്കേണ്ട. ഇറ്റ് ഡസൻറ്റ് റിയലി ഗോ ഇൻസൈഡ് ലൈക്ക് തണുപ്പ് വെള്ളം പോലെയൊന്നും. അത് ജസ്റ്റ് ആ ഗമ്മിനൊക്കെ ഒരു നല്ലൊരു റിലീഫ് കൊടുക്കും അതിങ്ങനെ ആന്നുകൊണ്ട് കടിക്കുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് ഏജ് ഫോർ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആൻഡ് ബ്രേസസ്. ബെസ്റ്റ് ഏജ് 12 അല്ലേ? ബെസ്റ്റ് ഏജ് നമ്മൾ എല്ലാ പല്ലും വന്നു കഴിഞ്ഞിട്ട് എല്ലാ മിൽക്ക് ടീത്തും പോയിട്ട് പെർമനന്റ് ടീത്ത് വരുന്ന സമയമാണ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്. ബ്രേസസ് ഒക്കെ 13 ഇയേഴ്സ്, ചിലവർക്ക് 14. വിഷ്ണു has asked വിഷ്ണു ബേബി അല്ല കേട്ടോ, 15 വയസ്സ്. കുഴപ്പമില്ല. എന്നാലും വിഷ്ണു എന്നാലും ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റനാണെന്ന് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തപ്പം എന്നെ കിട്ടുന്നില്ല, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ആ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 15 വയസ്സാണ്. അപ്പോൾ സെക്കൻഡ് മോളർ അപ്പർ ജോ അൺസക്സസ്ഫുൾ RCT. വാട്ട് ആർ ദ ഓപ്ഷൻസ് ലെഫ്റ്റ് ഫോർ? ഓക്കെ, ഇത് വിഷ്ണു ആണോ വിഷ്ണുവിന്റെ അമ്മയാണോ അയച്ചെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ 15. അൺസക്സസ്ഫുൾ RCT ഒരു RCT ചെയ്യാം. പിന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. RCTs റീഇൻഫെക്റ്റഡ് ആയാൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു എൻഡോഡോണ്ടിസ്റ്റിന്റെ അടുത്ത് പോയാൽ മതി, അവര് പറഞ്ഞു തരും. എൻഡോഡോണ്ടിസ്റ്റ്. ഓക്കെ, റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ്. Next, baby teeth. Why should we do RCT when it's temporary? When it's milk teeth. ഇതാണ് ഈ പേഷ്യൻസ് മിക്ക പേരൻസിനും ഡൗട്ട്. ഇതാണ് പോകുന്ന പല്ലല്ലേ എന്തിനാ RCT ചെയ്യുന്നത്? RCT അല്ലെങ്കിൽ പൾപെക്ടമി, കുട്ടികളിൽ നമ്മൾ ചെയ്യുന്ന പൾപെക്ടമി എന്ന് പറയാം. അത് ഓക്കെ, മോളേഴ്സിന് ഇൻഫെക്റ്റ് ആയാലും നമ്മൾക്ക് എന്തായാലും RCT ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ഈ മോളാർ പല്ലൊക്കെ പോകുന്നത് ഒരു 8-9 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അത്രയും വർഷം യു കനോട്ട് എക്സ്പെക്ട് ആ കുട്ടിക്ക് ആ പെയിൻ എന്താ പറയുക, അത് പെയിൻ ബെയർ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കും. യു കനോട്ട് എക്സ്പെക്ട് ദം. ഓക്കെ, ഒരു 6 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ താഴത്തെ പല്ല് കേടുണ്ട്, മുകളിലത്തെ പല്ല് കേടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് അറ്റ്ലീസ്റ്റ് ആ 6 ഇയേഴ്സിൽ തന്നെ പോയി വരും. പക്ഷെ നമ്മൾ ഈ 3 വയസ്സിലൊക്കെ കേട് വരുമ്പോഴാണ് പേരൻസ് വന്ന് ചോദിക്കുന്നത്, ഇത് 6 വയസ്സാകുമ്പോൾ പോവില്ലേ, എന്തിനാ ഇതിന് വെറുതെ റൂട്ട് കനാൽ ചെയ്യുന്നത്? പക്ഷെ അങ്ങനെയല്ല. 6 വയസ്സ് വരെ അവർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. 6 വയസ്സ് വരെ അവർക്ക് അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലത്തെ പല്ലൊക്കെ ആണെങ്കിൽ അവർ മിററിൽ നോക്കി ചിരിക്കാൻ തന്നെ അവർ കോൺഷ്യസ് ആവും. അപ്പം നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ വി ഹാവ് ടു ഡു എ പൾപെക്ടമി ട്രീറ്റ്മെന്റ് എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കുട്ടികളല്ലേ, പോകുന്ന പല്ലല്ലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ഇഗ്നോർ ദാറ്റ്. അവർക്കും ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ തുളസി ചോദിച്ചിരിക്കുകയാണ്, 2 months മുമ്പേ നോട്ടീസ് ചെയ്തതാണ് ഫ്രണ്ട് ടീത്ത് ബേബിന്റെ അപ്പർ ലൈൻ ഇസ് ബ്രോക്കൺ. wanted to know why is it so? അത് ബേബീന്റെ പല്ല് ചിപ്പ് ഓഫ് ആണെങ്കിൽ അത് വല്ലതും കടിച്ചിട്ടൊക്കെ പോയതായിരിക്കും, അങ്ങനെയാണ് സാധ്യത. എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് പോകണമായിരിക്കും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ബെറ്റർ അല്ലേ? അതെ, അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് കാരണമാണ് പൊട്ടിയത് എന്നൊക്കെ. ഓക്കെ, ഇപ്പൊ ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നത് ടീത്ത് ക്യാവിറ്റീസിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. വേറെ കുറെ പേര് ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ടീത്തിലുണ്ട്, ഇപ്പൊ ബ്ലാക്ക് കളർ കുറെ സ്പോട്ടിൽ സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് ഒരു ആള് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇർഫാന. What to do? Black color, black stains. എത്ര വയസ്സ്? 3.5 years. ദാറ്റ് ഈസ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഡീക്കേഡ്. അത് ബ്ലാക്ക് കളർ ഇനി കൂടി ആ പല്ല് മൊത്തം എഫക്റ്റ് ആവും. അതിനു മുമ്പ് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അതിന് അഡ്വൈസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കൂടുതലും യെല്ലോ ബ്ലാക്ക് സ്റ്റെയിൻസ് ആണ് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം സ്വീറ്റ്സ് കഴിക്കാതെ എങ്ങനെയാണ് ക്യാവിറ്റീസ് വരുന്നത് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് ക്യാവിറ്റീസിന്റെ മെയിൻ കാരണം മിൽക്കാണ്. നമ്മൾ ഈ
ഞാൻ പറഞ്ഞില്ലേ ബ്രസ്റ്റ് ഫീഡിങ്, പിന്നെ ബോട്ടിൽ ഫീഡിങ്. ചില കുട്ടികൾ ബോട്ടിലിൽ പാല് കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ മുകളിലത്തെ പല്ലിൽ മാത്രം, ചില കുട്ടികൾക്ക് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ലേ, മുകളിലത്തെ പല്ല് മാത്രം ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കും, താഴത്തെ പല്ലിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ബിക്കോസ് അവരിങ്ങനെ കിടന്ന് കുടിക്കുന്നതുകൊണ്ട് മുകളിലാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം മെയിൻ പ്രോബ്ലമാണ്. ഇപ്പം രഞ്ജിനി ഒക്കെ ചോദിച്ചിരിക്കുന്നു, അതെനിക്ക് മനസ്സിലാവും ആ കാര്യം എന്നത്. മോക്ക് 2 വയസ്സാണ്, ഐ മീൻ 2 സോറി, ബേബിക്ക് 8 years ആണ്. 2 പ്രാവശ്യം ബ്രഷ് ചെയ്യും, ബട്ട് കളർ ഫെയ്ഡ് ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മളെല്ലാം വിചാരിക്കുന്നത് ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്ന പോലെ നല്ല വെള്ള പല്ലുകൾ വേണമെങ്കിൽ 2 പ്രാവശ്യം ബ്രഷ് ചെയ്താൽ കിട്ടും എന്നൊക്കെയുള്ള. ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ടീത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പേപ്പർ വൈറ്റ് ടീത്ത്, or until and unless you take a cleaning or this thing whitening done, is it possible to get it? അങ്ങനെ ജസ്റ്റ് വിത്ത് പേസ്റ്റ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് ഇപ്പം നമ്മൾ ഈ കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണാനല്ലേ, എന്താ പറയുക, ജസ്റ്റ് ഒരു 1 month നമ്മൾ കോംപ്ലക്ഷൻ മാറുന്നൊക്കെ, അതൊക്കെ ആക്ച്വലി ഫാൾസ് അഡ്വർടൈസിങ് ആണ്. ഈവൻ പല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് അത്രയും വൈറ്റ് ടീത്ത് വേണമെങ്കിൽ യു വിൽ ഹാവ് ടു ഡു സം ടീത്ത് വൈറ്റനിങ് പ്രൊസീജിയർ. വെറും ബ്രഷിങ്ങിലൂടെ അത്രയും വൈറ്റ് ടീത്ത്, പിന്നെ അത് ജന്മന വരുന്ന പല്ല് തന്നെ ആ കളർ ആവണം. പിന്നെ ചോദിക്കുന്നത് 9 years ആണെന്ന് തോന്നുന്നു, മന്ത്സ് ആണോ ഇയേഴ്സ് ആണോ എന്ന് എഴുതിയിട്ടില്ല. ഷി ഹാസ് ലോസ്റ്റ് ലോവർ ജോ, obviously year ആയിരിക്കും, lower jaw milk tooth 10 months back and it hasn't grown yet. Okay, 9 months. No, it should be 9 years because 10 months മുമ്പ് lower jaw milk tooth പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. 9 years, okay. കുഴപ്പമില്ല, അത് പല അവിടെ തന്നെ ഉണ്ടാകും, കുഴപ്പമില്ല. അതൊരു എക്സ്റേ എടുത്ത് കൺഫേം ചെയ്യാവുന്നതേ ഉള്ളൂ. 9 years ആയില്ലേ? മോളാണോ? മോളാണ്. 9 years ആയില്ലേ? ജസ്റ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു എക്സ്റേ എടുത്താൽ നമുക്ക് അറിയാം അതിനകത്ത് പല്ലുണ്ടോ ഇല്ലയോ. പിന്നെ അശ്വതി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 വയസ്സുള്ള മോൻ എന്ത് പറഞ്ഞാലും ബ്രഷ് ചെയ്യില്ല, ഈസ് ഓൾവേസ് പ്ലേയിങ് വിത്ത് ബ്രഷ്. ഓക്കെ, കുറേ പേരൻസിനുണ്ട്, ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇപ്പം യാമയ്ക്ക് ഏത് സമയത്തും ബ്രഷ് ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റ് ആക്കും, പക്ഷെ അവൾ അത് കഴിഞ്ഞിട്ടുള്ള കളിയൊക്കെ ആലോചിക്കുമ്പോൾ അവൾ പെട്ടെന്ന് കോപ്പറേറ്റ് ചെയ്യും. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷെ ഒരു 7 years വരെ ഒരുമിച്ച് നിന്ന് ബ്രഷ് ചെയ്യിപ്പിക്കുക, അത്രേ ചെയ്യുന്നത്. Hannah, 4.5-year-old boy, boy's teeth has gap in between in his front tooth and അവന്റെ ഗമ്മും പൊങ്ങി വരുന്നുണ്ട്. I think നേരത്തെ ജോ ഹാബിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും, തം സക്കിങ് അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ. സ്മൃതി പറഞ്ഞിരിക്കുന്നത് 19 month old ബേബിക്ക് ഡിസ്കളറേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. പേസ്റ്റ് ഉപയോഗിക്കണം എന്തായാലും. ഡിസ്കളറേഷൻ അത് കുറേ റീസൺസ് കാരണം ആവാം. സോ ഡോക്ടറിനെ കാണിച്ചാൽ ശരിയാണ്. Okay, ബാക്കിയും സ്റ്റെയിൻസ് ലക്ഷ്മി ഹാസ് ആസ്ക്ഡ്, മീര ഹാസ് ആസ്ക്ഡ്, അതൊക്കെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഹനീമ, ക്രൂക്കിഡ് ടീത്ത് 9 month old ആണ്, പ്രോബ്ലം ഉണ്ടോ, ഷുഡ് ഐ വിസിറ്റ് എ ഡോക്ടർ? യു ഹാവ് ടു വിസിറ്റ് എ ഡോക്ടർ. 6 months തൊട്ടിട്ട് every 3 months ഫോളോ അപ്പിന് പോകുന്നത് നല്ലതായിരിക്കും. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ട്രീറ്റ് ചെയ്യാം. ഈ ചില കുട്ടികൾക്ക് ഒരു 4 വയസ്സാകുമ്പോഴായിരിക്കും അവർ വന്ന് പറയുന്നത് എല്ലാ പല്ലും കെട്ടിയിരിക്കുക. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒരു സ്മോൾ, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം നോട്ടീസ് ചെയ്താൽ മതി. സ്മോളായിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇത് ട്രീറ്റ് ചെയ്യുക അറ്റ് ദി ഏർലിയസ്റ്റ്. ലക്ഷ്മി ഹാസ് ആസ്ക്ഡ്, when should we start brushing baby's teeth? അത് ഞാൻ പറഞ്ഞു. 7 months started solids, no teeth yet. Oh, solids start ചെയ്തു but no teeth yet. ലക്ഷ്മി അപ്പൊ ഗ്രൈൻഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കണ്ടാവുക അല്ലേ? സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 6 months. അത് കുഴപ്പമില്ല. ഒരു 1 year ആകുമ്പോൾ വരെ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗോ ടു ഡോക്ടർ. അത് തന്നെ അച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 1 year ആയിട്ടുള്ളൂ, ബട്ട് അച്ചുവിന്റെ ബേബി ജസ്റ്റ് ബിഗിനിങ് ടു ഗെറ്റ് ദ ടീത്ത്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ടൂത്ത് പേസ്റ്റ് ആൻസർ ചെയ്തു. ജൂലി, ഡോക്ടർ മീര, ജിജിന്റെ ക്വസ്റ്റൻ ആൻസർ ചെയ്തു. ലക്ഷ്മി, Swati, my brother is 7-year-old and his teeth was too tiny and he's always had pain in the night. 7-year-old and pain in the night. Pain in the night, nocturnal pain നമ്മൾ പറയും. അത് പല്ലിന് നല്ലോണം കേടുള്ള സമയത്താണ് രാത്രി കിടക്കുന്ന നേരത്ത് പെയിൻ വരുന്നത്. എന്തായാലും അതൊരു പൽപെക്ടമീൻ്റെ ആവശ്യം ഉണ്ടാവും. നമുക്ക് എക്സ്റേ എടുത്താലേ അറിയാൻ പറ്റും. ഒന്ന് ഡോക്ടറിന് എന്തായാലും ഷെയറിൻ. ഓക്കെ,
What age does my 16-month-old baby need dental follow-ups? Sonia. Every 3 months പോയാൽ മതി ഫോളോ അപ്പ്, ജസ്റ്റ് ഒരു ചെക്കപ്പിന്, റുട്ടീൻ ചെക്കപ്പിന്. നൗഫലിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട്. ദിവ്യ, ശ്രീലക്ഷ്മി, സന. Oh, Sana has asked, what course have you studied? It may please help dental aspiring students. So, Chinnu BDS കഴിഞ്ഞത് AB Shetty Dental College. AB Shetty Dental College, Bangalore. 2011 to 2016. I finished my MBS from Manipal University 2017 to 2020. Okay. My 6-year son, before 2 years, he wore crown on his teeth. അത് റിമൂവ് ചെയ്യാൻ ആയോ ഇല്ലയോ എന്ന് മജിത ചോദിക്കുന്നു. അത് ക്രൗൺ ഇപ്പോഴും ഫുൾ പല്ല് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയത്ത് അത് ഷേക്കിങ്ങോ, ബിക്കോസ് നമ്മൾ ആ പല്ല് ഷേക്ക് ചെയ്യാൻ നേരത്ത് ക്രൗണും കുറച്ച് ആടി തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് റിമൂവ് ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്തത്, ബിക്കോസ് അത് ചിലപ്പോൾ കുട്ടി സ്വോളോ ചെയ്തു പോകും. ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ റിമൂവ് ചെയ്താൽ മതി. അർച്ചന പറയുന്നു മോൻ ബ്രഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, അത് പറഞ്ഞല്ലോ, വേറെ നിവർത്തിയില്ല. പിന്നെ നെസീൻ്റെ ആൻസർ ചെയ്തു എന്ന് വെച്ചാൽ വേറെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ആൻസർ ചെയ്തിട്ടുണ്ട്. സെയിം കൺസേൺ. ബേബിൻ്റെ ടീത്ത് ഓർഡറിലല്ല, ഡിസോർഡറിലാണ്. 1.5 year old ബേബി. അത് എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. മേ ബി 1.5 year, പക്ഷെ ക്രൂക്കറ്റ് ടീത്ത് ആയിരിക്കും ഉദ്ദേശിച്ചത്, ഓർഡർ ഇല്ല. അതോ ഇങ്ങനെ ഇൻസൈസർ വരേണ്ട സ്ഥലത്ത് വേറെ പല്ല് വന്നിട്ടുണ്ടോ, അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി. ഒരു മെസ്സേജും കൂടെ അയച്ചിട്ട്. ആരാത് ചോദിച്ചാൽ ഉമ്മു. Brushing gums of a 9-month-old would help in getting them teeth. No teeth yet. But 9 months ആയിട്ട് she's brushing the teeth for the baby, പക്ഷെ പല്ല് വന്നിട്ടില്ല. പല്ല് ഞാൻ പറഞ്ഞില്ലേ, പല്ല് വരാത്തതിന് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ശരിക്കും നിങ്ങൾ എത്ര പ്രാവശ്യം ബ്രഷ് ടീത്ത് ചെയ്യാൻ അഡ്വൈസ് ചെയ്യും? റൂബി ഹാസ് ആസ്ക്ഡ്. രാവിലെയും രാത്രി. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ വേറൊരു 3 times ബ്രഷ് ചെയ്ത് നല്ലത്. So I think we have answered quite a few questions, but same questions തന്നെ റിപ്പീറ്റ് ആയിട്ട് ഉള്ള. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആൻസേഴ്സ് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെരി സീരിയസ് കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ DM ചെയ്തോളൂ. കാരണം ഐ കെൻ സെൻഡ് ദോസ് മെസ്സേജസ് ടു ഹർ ആൻഡ് ഷീ കെൻ ആൻസർ ഇറ്റ് ഫോർ യു ആൻഡ് ഐ കെൻ റിപ്ലൈ ടു യു ദാറ്റ് വേ. അപ്പോൾ ഐ ഹോപ്പ് കമന്റ് ബോക്സ്. ഓ യാ, ആബ്സല്യൂട്ട്ലി. അപ്പം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട്, നമ്മളത് കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും ചിന്നോട് ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം എന്താണെന്ന് ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ അയക്കാം കേട്ടോ. അതേപോലെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് ഇനിയും പറയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും മെസ്സേജ് അയച്ചോളൂ. ഒരു 90% കവർ ചെയ്തിരിക്കുകയാണ് സിമിലർ ക്വസ്റ്റ്യൻസും. ബാക്കി നമുക്ക് പല്ല് കാണാണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഏത് ട്രൈമിസ്റ്റർ ആണ് സേഫ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏറ്റവും സേഫസ്റ്റ് ഇസ് in the second trimester, that is 3 to 6 months. പിന്നെ വേറെ ട്രൈമിസ്റ്ററിൽ അത്രയും അൺബെയറബിൾ പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് വിസിറ്റ് ആൻഡ് മേ ബി അതിന് വേണ്ടിയിട്ടുള്ള ഗൈനക്കിനോട് കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസോ പെയിൻ കില്ലേഴ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. For dental treatment, ഏറ്റവും safest is second trimester. Actually, second trimester is safe for a lot of things, right? Because the mother is കുറച്ച് നോസ്റ്റാറ്റിക് പ്രോബ്ലംസ് ഒക്കെ കുറഞ്ഞ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. ട്രാവലിംഗും ഒക്കെ സേഫ് ആണ്. അപ്പം സെക്കൻഡ് ആണ് സേഫ് കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻസ് യു ഗൈസ്. ദിസ് വാസ് ആക്ച്വലി എ വെരി അൺഎക്സ്പെക്ടഡ് വീഡിയോ. ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ആക്ച്വലി വിചാരിച്ചതേ ഇല്ല ഒരുമിച്ച് എടുക്കുന്നുള്ളത്. ബട്ട് ഞാൻ വിചാരിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോസ് അല്ലേ എടുക്കേണ്ടത്. നമ്മൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ വീഡിയോസും നമുക്ക് ഇടുന്നതാണ് സന്തോഷം. സോ ഐ ഹോപ്പ് ദിസ് ഹസ് ഹെൽപ്ഡ് എ ലോട്ട് ഓഫ് യു മമ്മീസ് ഔട്ട് ദേർ. I could clarify most of your doubts. If you have any more questions, just drop it in the comment box. Yeah, comment, like, share. ഒരുപാട് അമ്മമാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഡോക്ടർ ശ്വേത ആൻഡ് ശില്പ signing off. Like, share, subscribe to YT SP. Bye.
പറ